ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് റിവ്യൂ അല്ല റിയാക്ഷൻ, ഒരു അനൗൺസ്മെന്റ്. ജയിലർ 2 എന്ന് പറയുന്ന വളരെ നാളുകൾക്ക് ശേഷം നെൽസൺ ഡയറക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ജയിലർ 2 റിലീസ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനാകുന്ന, ലാലേട്ടൻ കാമിയോ വേഷത്തിൽ വരുന്ന, വിനായകൻ വില്ലനാകുന്ന ഒരു വള്ളൻ, സുരാജ് വെഞ്ഞാറമൂർ ഒക്കെ ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്നതാണ്. ഒക്ടോബർ റിലീസാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വീഡിയോ കണ്ട് നമുക്ക് അനൗൺസ്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. വിനായകൻ, സൺ പിക്ചേഴ്സ്, കാലന്തി മാരൻ, ലാലേട്ടനാണ് സുരാജ്. പല ക്യാരക്ടേഴ്സും കാസ്റ്റിംഗൊക്കെ ഉണ്ട്. അനിരുദ്ധ് മ്യൂസിക്, രജനീകാന്തിന്റെ ലോങ് ഷോട്ട്, തലൈവർ, ശനി, ഇത് ദൂരത്തുനിന്നുള്ള ഒരു ഷോട്ട്, ഗംഭീരമായിരിക്കുന്നു. ജയിലർ 2 coming back. നെൽസൺ ഡയറക്ടർ, വിജയ് കാർത്തിക് വരുന്നുണ്ട്. 15 ഒക്ടോബർ 26, അതായത് 15 2026 ഒക്ടോബറിൽ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ് കണ്ടു. അപ്പോൾ അതിനോടൊപ്പം ജയിലർ 2ന്റെ ടീസറും കൂടി കാണണ്ടേ. സൂൺ എന്ന് നമുക്ക് പറയുന്ന ജയിലർ 2ന്റെ ആ ഒരു സ്റ്റാർഡം എന്നും ലാലേട്ടൻ ഉള്ളത് കൊണ്ട് മാത്രം ടീസർ ഗംഭീരമാകുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ രജനീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പൂന്ത് വിളയാട്ടമാണ് നടക്കാൻ പോകുന്നത്. 2026 രജനീകാന്തും പിന്നെ ലാലേട്ടനും കൂട്ടി ഈ ഒരു ഇൻഡസ്ട്രിയെ ഒരു പൂന്ത് വിളയാട്ടത്തിലേക്ക് ഇതുവരെ പുറത്തു വിടാത്ത പലതും റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. പക്ഷേ പഴയ ടീസർ ആയതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് വെച്ചു. നമുക്ക് ഡേറ്റ് തന്നെ മതി. കാരണം നിങ്ങൾ കണ്ടതായതുകൊണ്ട് അത് നമ്മൾ ഇട്ടുകൊണ്ടൊരു കാര്യമില്ല. പുതിയൊരു ടീസറോ ട്രെയിലറോ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് കരുതി ഞാനത് ആ വീഡിയോ ഇടുന്നില്ല. സോറിയാണ് പറയാനുള്ളത്. കാരണം ഞാൻ വിചാരിച്ചു അതും കൂടി ഇടാം. പക്ഷെ പഴയ ഒരു ടീസറായതാണ് പ്രശ്നമായത്. പുതിയ ടീസർ കാണുമ്പോൾ നമുക്ക് അതായിട്ട് ഒരു റിയാക്ഷൻ ചെയ്യാം. അപ്പം നാളെ ഞാനൊരു സംഘടന മെമ്പർഷിപ്പ് എടുത്തൊരു ദിവസമാണ്. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നാളെ ഞാനൊരു ജേണി യാത്രയായിരിക്കും തൃശ്ശൂർ വരെ. ഞാൻ കണ്ണൂരാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ജയിലർ 2ന്റെ അനൗൺസ്മെൻ്റായ ഒക്ടോബറിൽ റിലീസ് ചെയ്യുന്ന ജയിലർ 2നെ കുറിച്ച് നമുക്ക് റിലീസ് ഡേറ്റ്, അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ കാണാൻ ഇടയാകുകയാണ്. അത് ഗംഭീരമായിരിക്കുന്നു. അതായത് ലാലേട്ടൻ ഒരു ക്യാമിയോ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഗംഭീരമായൊരു സംഭവങ്ങളാണ്. ഇതിൽ നിരവധി കാസ്റ്റിംഗ് ആണ്. മുമ്പുള്ളത് രജനീകാന്തും മീന മേനോനും മോഹൻലാൽ മാത്യുവും യോഗി ബാബു, ശിവ രാജ്കുമാർ, വിനായകൻ, രമ്യ, ഇവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജയിലർ 2 എന്ന ഒരു സിനിമ, രജനീകാന്ത് നായകനാകുന്ന ജയിലർ 2 ചിത്രത്തിന്റെ സുരാജ് വെഞ്ഞാറമൂർ, കോട്ടയം നസർ പുതിയ കാസ്റ്റിംഗ് ആണ്. ഹക്കീം, ഷാജഹാൻ, മിർണ, സുജിത് ശങ്കർ തുടങ്ങിയ പ്രമുഖ മലയാളി താരങ്ങൾ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂർ ചിത്രത്തിലൊരു പ്രധാന വില്ലനായിട്ട് ഇതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രയാണ് അവതരിപ്പിക്കുന്നത്.
കൂടാതെ മലയാളത്തിലെ പ്രിയ താരം മോഹൻലാൽ മാത്യു എന്ന കഥാപാത്രമായി പുതിയ 2 ലുക്കിൽ 2ാം ഭാഗത്തിൽ തിരിച്ചെത്തുന്നുണ്ട്. രമ്യ കൃഷ്ണൻ, യോഗി ബാബു എന്നിവരും മറ്റ് പ്രധാന അഭിനേതാക്കളും ഉൾപ്പെടുന്ന ചിത്രത്തിലെ റിലീസ് തീയതികളെ കുറിച്ച് മറ്റ് ഭാഷാ അഭിനേതാക്കളെ കുറിച്ചും കൂടുതൽ അറിയാൻ ഇനിയും അപ്ഡേറ്റുകൾ വരാനുണ്ട്. അപ്പോൾ ടീസർ ജയിലർ 2 ഒരു തിളക്കമാണ്. ടീസറിൽ തിളങ്ങിയ ഒരു രജനീകാന്തിന്റെയും നായകനായ നെൽസൺ ദിലീപ് കുമാറിന്റെയും സംവിധാനം ചെയ്യുന്ന ജയിലർ 2 സിനിമയുടെ റിലീസ് പ്രഖ്യാപനം ടീസറിൽ തിളങ്ങിയെന്നാണ്. അതായത് മലയാളി താരങ്ങൾ ഹക്കീം ഷാജഹാൻ, കോട്ടയം നസീർ, മിർന, സുജിത്ത് ഒക്കെ നമുക്ക് പറഞ്ഞതാണ്. ഇപ്പോൾ ഒക്ടോബർ 15 ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലെത്തും. അപ്പോൾ കുറെ മുമ്പേ ഈ ടീസർ നിങ്ങളുടെ മുന്നിൽ എത്തിയത് കാരണം കാര്യമായ റീച്ചൊന്നും ഉണ്ടാവില്ലാത്തത് കൊണ്ട് ഞാൻ വെറും അനൗൺസ്മെന്റ് വീഡിയോ മാത്രമാണ് നമ്മളുടെ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് കാരണം നമ്മളിട്ട ഒരു അബദ്ധമായ ഒരു ഇതിലൊരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. എന്നാലും നമ്മൾ കുറെ വൈകിയാണ് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജയിലർ 2ന്റെ അനൗൺസ്മെന്റ് വീഡിയോ റിലീസ് ഡേറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വലിയ ഹൈപ്പൊന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഹൈപ്പ് ഒരുപാട് കയറിപ്പോയാൽ നമുക്ക് തന്നെ അത് വളരെ വലിയ ആഘാതം ഉണ്ടാകും. ഇപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും എത്ര പേരായാലും ഏത് ഒരാളുടെ സ്റ്റാർഡമാണ്, ക്രെഡിബിലിറ്റിയാണ് അവിടെ ചൂഷണം ചെയ്യപ്പെടുക. ഇങ്ങനെ ഹൈപ്പ് കയറിയും പണത്തിൻ്റെ പേരിൽ അടികൂടിയും ഒക്കെയുള്ള സിനിമ റീച്ചബിൾ. നമുക്ക് റിവ്യൂ, അഭിപ്രായം, സാധാരണക്കാരുടെ അഭിപ്രായം അറിയാനാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ ആ സിനിമ ഗംഭീരമായ റിയാക്ഷനിൽ നിന്ന് റിവ്യൂയിലേക്ക് നല്ലൊരു അഭിപ്രായം വരണമെങ്കിൽ അത് ഒക്ടോബർ 15 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ട്രെയിലർ അതിനു മുമ്പ് വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ട്രെയിലർ വേണമെങ്കിൽ നമുക്ക് റിയാക്ഷൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അപ്ഡേറ്റഡ് ആകും. കുറേ മുമ്പേ ജയിലർ 2 ടീസർ 2025 തന്നെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ടീസർ എന്തെങ്കിലും ഞാൻ കണ്ടാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് എടുക്കാം. ഞാനതിപ്പോൾ കണ്ടിട്ടില്ല, കാണാതെ ജസ്റ്റ് അബദ്ധത്താൽ ഞാനത് പറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മോഹൻലാലിൻ്റെ പുതിയ ലുക്ക് അത് ഇതിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാനത് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. എന്നാലും ഇതിൽ വളരെ ഗംഭീരമായ ലുക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അത് ഗംഭീരമാവട്ടെ, നല്ലൊരു സിനിമ ജയിലർ 2 ആവട്ടെ എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. രജനീകാന്താണ് ഇതിലെ നായകനെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സിനിമ കാണുക. മറ്റൊന്നും നമ്മുടെ വിഷയമല്ല. വില്ലനായിട്ട് വരാൻ പോകുന്ന സുരാജ് വെഞ്ഞാറമൂടും കൂടിയാണ് എന്നതും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം നോക്കാം മറ്റൊരു സിനിമ എങ്ങനെയാണ്. ഇത് ജയിലർ 1ന്റെ ദൃശ്യമൊക്കെ ഇറങ്ങിയപ്പോൾ ആകെ ഒരു വൈബ് മാറിയൊരു തരത്തിലായിരുന്നു റിയാക്ഷൻസ് ഉണ്ടായിരുന്നത്, റിവ്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ഒരു നിലപാട് മാറ്റങ്ങളെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക എന്നല്ലാതെ കലഹിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആവാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ എന്നാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് ബൈ.